ഒരു റിയാലിറ്റി ഷോയുമായി ബന്ധപ്പെട്ട് ഒരു അവതാരകൻ ഒരു ചോദ്യം ചോദിക്കുന്നതിന് മറുപടിയായിട്ട് കേരള സാർ 100% ലിറ്ററസി സാർ എന്ന് പറഞ്ഞിട്ട് സംസാരിക്കുമ്പോൾ അതിനെതിരായിട്ട് വലിയ തോതിൽ സോഷ്യൽ മീഡിയയിൽ വലിയ തീ തുപ്പുന്ന പ്രതികരണങ്ങളുമായി കടന്നു വന്നൊരു സാഹചര്യമുണ്ട്. ആ 100% ലിറ്ററസി സ്റ്റേറ്റായ കേരളത്തിൻ്റെ ചീഫ് സെക്രട്ടറി പോലും ത്വക്കിൻ്റെ നിറത്തിൻ്റെ പേരിൽ അധിക്ഷേപിക്കപ്പെടുകയാണ്. ഇത് ഏത് തര പുരോഗമനമാണ്? നമ്മൾ സാധാരണ ലഹരിയുടെ വിഷയത്തിൽ വയലൻസിൻ്റെ വിഷയത്തിലുമൊക്കെ കുറ്റപ്പെടുത്തുന്ന പുതിയ തലമുറയുണ്ടല്ലോ, ജെൻ എക്സ് എന്നും ആൽഫ ജനറേഷൻ എന്നൊക്കെ പറയുന്നത്. നമ്മൾ ഏറ്റവും മിനിമം പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ആ കുട്ടികളിൽ നിന്ന് കണ്ടുപഠിക്കണം. അവർക്കിടയിൽ ഇങ്ങനെ ശരീരഘടനയുടെ പേരിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള വട്ടപ്പേരുകളൊന്നും ഇല്ലാത്തൊരു കാലഘട്ടത്തിലൂടെ അവർ കടന്നു പോവുകയാണ്. അവരെ ഏറ്റവും ചുരുങ്ങിയത് ഈ വിഷയത്തിലെങ്കിലും മുതിർന്നവർ മാതൃകയാക്കുന്നത് നന്നായിരിക്കും. കേരളത്തിൻ്റെ ചീഫ് സെക്രട്ടറി പോലും ത്വക്കിൻ്റെ നിറത്തിൻ്റെ പേരിൽ അധിക്ഷേപിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ മറ്റൊരു സാധാരണക്കാരൻ്റെ അവസ്ഥ എന്താണ്? അപ്പോൾ അതുകൊണ്ട് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയാത്ത ഒരു സമീപനമാണ് തൊഴിലിടത്തിൽ ശ്രീമതി ശാരദാ മുരളീധരൻ എന്ന് പറയുന്ന കേരളത്തിൻ്റെ ചീഫ് സെക്രട്ടറിക്ക് നേരിടേണ്ടി വന്നിട്ടുള്ളത്. അവർ ഓഡിറ്റ് ചെയ്യപ്പെടാം, അവരുടെ തൊഴിലിൻ്റെ പേരിൽ, അവരുടെ എഫിഷ്യൻസിയുടെ പേരിൽ, അവരുടെ ഈ നാടിനോടുള്ള കമ്മിറ്റ്മെൻറ്റിൻ്റെയൊക്കെ പേരിൽ അവർ വിലയിരുത്തപ്പെടാം, അവരെ ഓഡിറ്റ് ചെയ്യാം. പക്ഷേ അവരുടെ ത്വക്കിൻ്റെ നിറത്തിൻ്റെ പേരിൽ ഓഡിറ്റ് ചെയ്യുന്നതിനെ ഒരു തരത്തിലും നീതീകരിക്കാൻ കഴിയില്ല.